നമസ്കാരം. ഏറെ ആശങ്കയോടെ ലോകം കാത്തിരുന്നതായിരുന്നു ഈ യുദ്ധം. ഒഴിവാകണമേ എന്ന് ലോകം പ്രാർത്ഥിച്ചതായിരുന്നു ഈ യുദ്ധം. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് കാരണം ട്രംപിനേക്കാൾ പിടിവാശി ഇക്കാര്യത്തിൽ നെതന്യാഹുവിനുണ്ടായിരുന്നു എന്നതാണ്. നെതന്യാഹു ട്രംപിൻ്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ഇന്ന് തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന ആ യുദ്ധത്തിൻ്റെ ഭാഗമാവാം വളരെ അത്ഭുതകരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ സ്വീകരണമൊരുക്കിയത്. മോദിയെ ക്ഷണിച്ചു വരുത്തി, കെട്ടിപ്പിടിച്ച്, വിമാനത്താവളത്തിൽ നിന്ന് തന്നെ സ്വീകരിച്ചാനയിച്ച്, പാർലമെൻറ്റിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച്, ഓരോ സമയത്തും എംപിമാർ എണീറ്റ് നിന്ന് കൈയടിച്ച്, ഒടുവിൽ തിരിച്ച് യാത്ര അയക്കാൻ നേരവും എയർപോർട്ടിൽ ചെന്ന് സങ്കടത്തോടുകൂടി കെട്ടിപ്പിടിച്ച് പോവുകയാണോ എന്ന് ചോദിച്ച് മോദിയെ വിട്ടയച്ചപ്പോഴേ ലോകം എന്തോ സംശയത്തോടെ കരുതിയിരുന്നു. ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ പിന്തുണ അത് ഇസ്രായേലിനാവണം, അമേരിക്കയ്ക്കാവണം എന്ന നിശ്ചയം ഒരുപക്ഷെ നെതന്യാഹുവിനാണോ ട്രംപിനാണോ ഉള്ളത് എന്നറിയില്ല. എന്തായാലും മോദി വന്നിട്ട് പോയതിൻ്റെ പിറ്റേ ദിവസം ഇതാ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്ന് ഇറാൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി അവർ ചർച്ചകളിലായിരുന്നു. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇറാൻ സഹകരിക്കണം എന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ആവശ്യം. ഇറാൻ പറഞ്ഞു, ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിന് മേൽ കടന്നു കയറാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല, ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കും. ഏറെ ദിവസങ്ങൾ കാത്തിരുന്നു. ഇന്ന് വെളുപ്പിന് അപ്രതീക്ഷിതമായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മിസൈലുകൾ, ഡ്രോണുകൾ തെഹ്റാൻ നഗരത്തിൽ മാത്രമല്ല ഇറാനിലെ 5 നഗരങ്ങളിൽ വന്നു വീണ കാഴ്ചയാണ് കണ്ടത്. ഇറാനിലെ 5 സിറ്റികളിൽ നിന്നും പുകപടലങ്ങൾ ഉയരുന്നു, വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇറാഖിൻ്റെ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ പാറിപ്പറക്കുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കടുത്ത ആഘാതമാണ് ഇറാന് നൽകിയിരിക്കുന്നത് എന്ന് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ളതുപോലെയല്ല, കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം വിജയം കൈവരിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിൽ ഏതെങ്കിലും നേതാവ് കൊല്ലപ്പെട്ടോ, ഇറാനിയൻ പ്രസിഡന്റോ അയത്തുള്ള ഖൊമൈനിയോ സുരക്ഷിതനാണോ എന്ന കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല. എന്നാൽ ടെഹ്റാൻ അടക്കം 5 ഇറാൻ നഗരങ്ങളിൽ ഉഗ്രസ്ഫോടനമുണ്ടായെന്നും കെട്ടിടങ്ങൾ നിലംപൊത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം എന്ന് പറയുമ്പോഴും 5 നഗരങ്ങളെ ആക്രമിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം പോലെയല്ല, ഇതൊരു സമ്പൂർണ്ണ യുദ്ധം തന്നെയാണെന്നാണ്. ഇറാന് ആണവശക്തി ഇല്ലാതാക്കും എന്ന് പറയുന്ന അമേരിക്ക ഇറാന്റെ സൈനിക ശേഷിയും ഇല്ലാതാക്കും, ഇറാന് ഇനി നാവിക വ്യോമശക്തി ഉണ്ടാവില്ല, അത് നശിപ്പിച്ചതിന് ശേഷം മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇറാനിയൻ ജനതയോട് പറഞ്ഞു, നിങ്ങൾക്കൊരു സുവർണാവസരം ഞങ്ങൾ തുറന്നു തന്നിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാനത്തെ നിമിഷമാണ്. നിങ്ങൾ തെരുവിലിറങ്ങുക, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, നിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുക. എന്നാൽ ജനങ്ങൾ അത് സ്വീകരിക്കുമോ എന്ന് നിശ്ചയമില്ല. തൽക്കാലം പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഇറാനിയൻ ജനത അവരവരുടെ വീടിനുള്ളിൽ തന്നെ കഴിയുന്നു എന്നതാണ്. എന്നാൽ അതല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. ഇറാനിലേക്ക് അമേരിക്കൻ ബോംബുകൾ വീണ അതേ നിമിഷം ഇറാൻ തിരിച്ചടിച്ചു. നമ്മളൊക്കെ കരുതുന്നത് പോലെ തന്നെ ഇസ്രായേലിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നെത്തി. ഇസ്രായേലിലെ പലയിടങ്ങളിലും മിസൈലുകൾ വീണതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിൽ താമസിക്കുന്ന ചില മലയാളികളുമായി ഈ സംഭവത്തിന് ശേഷം ഞാൻ സംസാരിക്കുമ്പോൾ രാവിലെ മുതൽ ഇസ്രായേലിൽ എങ്ങും സൈറൺ മുഴങ്ങുകയാണ്. ആളുകളെല്ലാം ബോംബ് ഷട്ടറിലേക്ക് മാറിയിരിക്കുന്നു, ആരോടും പുറത്തിറങ്ങരുത് എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ സേന പറയുന്നത് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട എല്ലാ മിസൈലുകളും ഡ്രോണുകളും തകർത്തെന്നാണ്. എന്നാൽ അതല്ല അതിൻ്റെ ട്വിസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റായി മാറുന്നത് ഏതാണ്ട് 5 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായി എന്നതാണ്. ഖത്തറിലും കുവൈറ്റിലും, എന്തിനേറെ UAE തലസ്ഥാനമായ അബുദാബിയിലും ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലും പോലും സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ മാത്രം പറഞ്ഞത് ഖത്തർ ആകാശത്തേക്ക് വന്ന
എല്ലാ മിസൈലുകളും ഡ്രോണുകളും തകർത്തെന്നാണ്. എന്നാൽ അബുദാബിയിലും കുവൈറ്റിലും മനാമയിലും ബോംബ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം ബോംബ് സ്ഫോടനം സംഭവിച്ചു എന്നതിനർത്ഥം അമേരിക്കയുടെ സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നുവെന്നാണ്. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഇസ്രായേലിനേക്കാൾ കൂടുതൽ ടാർഗറ്റ് ചെയ്തത് അമേരിക്കയെയും ഇസ്രായേലിനെയും സഹായിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ്. എന്തായാലും എല്ലാ വിമാന സർവീസുകളും റദ്ദു ചെയ്തിരിക്കുന്നു. ഗൾഫ് ആകാശം പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. എയർ ഇന്ത്യ അടക്കം, ബ്രിട്ടീഷ് എയർവേസ് അടക്കം ആകാശത്തുള്ള വിമാനങ്ങൾ തന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ, ഹീത്രോ അടക്കം എല്ലാ വിമാനത്താവളങ്ങളിലെയും വിമാന സർവീസുകൾ തൽക്കാലത്തേക്ക് നിലച്ചിരിക്കുന്നു. ഗൾഫിലെ എല്ലാ വിമാനത്താവളങ്ങളും, ദുബായിയും അബുദാബിയും ദോഹയും അടക്കം എല്ലാ വിമാനത്താവളങ്ങളും നിശ്ചലമായി. ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലൂടെയുമുള്ള വിമാന സർവീസ് റദ്ദു ചെയ്തു. പാതി വഴിയെത്തിയ വിമാനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ്. വലിയ തോതിലുള്ള യുദ്ധമായി ഇത് മാറുമെന്ന ആശങ്ക ശക്തമാണ്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇതൊരു വലിയ യുദ്ധമായി മാറുമെന്നും ഇറാൻ സർക്കാരിനെ അട്ടിമറിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ഇറാന്റെ ആത്മീയ നേതാവിനെ വധിച്ചു മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുമാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ജനതയ്ക്ക് വേണ്ടി, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി അമേരിക്കൻ പട്ടാളക്കാർ ജീവൻ കളയാൻ പോലും തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷേ ഇത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. എന്ന് വെച്ചാൽ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധമല്ല ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയ യുദ്ധസന്നാഹങ്ങളോടെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമിക്കുമ്പോൾ പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ, ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുകയാണ്. അവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ആക്രമണത്തിന് ഒരുങ്ങുമ്പോൾ വലിയ യുദ്ധമുഖം തന്നെ തുറന്നിരിക്കുന്നു. ഇറാൻ ആവട്ടെ നിശബ്ദമായി സഹിക്കുകയല്ല, അപ്പോൾ തന്നെ തിരിച്ചടിക്കുകയാണ്. ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയുന്നത് അബുദാബിയിലേക്കും കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കുമൊക്കെ ഇറാൻ ബോംബ് മഴ പെയ്യ്ക്കുന്നു എന്നതാണ്. ഇതിനെയൊക്കെ തടയാൻ കഴിയുന്നുണ്ട് ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെന്ന് ഖത്തർ അവകാശപ്പെടുമ്പോഴും ഈ ആക്രമണത്തിന്റെ തോത് എത്ര വലുതാണ്, ഏതു തരത്തിലേക്കാണ് യുദ്ധം പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇറാന്റെ നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് നേരിട്ടുള്ള ഹിറ്റാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നും അതിന് ഫലമുണ്ടാകുമെന്നും റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഇറാന്റെ നേതാക്കൾ, അതായത് ഖൊമേനിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ കൊല്ലപ്പെട്ടെങ്കിൽ ഇതിന് ഉടൻ പരിഹാരമുണ്ടാവും. അവർ കൊല്ലപ്പെട്ടില്ലെങ്കിൽ അവസാന നിമിഷം വരെ ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ലോകം വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ആശങ്കയോടുകൂടി ലോകം അതിനെ നേരിടുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇറാന്റെ അയൽ രാജ്യങ്ങളായ അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രങ്ങളായ ബഹ്റൈനും കുവൈറ്റും ഖത്തറും UAEയും ഒക്കെയാണ്. എന്തിനേറെ സൗദി അറേബ്യ പോലും സുരക്ഷിതമല്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ യുദ്ധത്തിന്റെയും വേദനയുടെയും നിരാശയുടെയും ആയിരിക്കുമെന്ന് തീർച്ച. ലോകം എത്രയും വേഗം ഈ യുദ്ധഭീഷണി അവസാനിപ്പിക്കട്ടെ, ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.